അല്ലാതെ ഇട്ടേക്കുന്നു. അങ്ങനെ എന്താണ് ഇതുകൊണ്ട് മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിന്നീട് അടുത്തൊരു സംശയം കൂടി ചോദിക്കാറുണ്ട്. ഇപ്പൊ ഈ പഞ്ചായത്തില് ഇപ്പൊ ഇതിനകത്ത് വായിച്ചത് നമ്മുടെ സ്റ്റേഡിയം നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ സ്റ്റേഡിയം വാടകയ്ക്ക് കൊടുക്കണ്ട, അതായത് സ്റ്റേഡിയം റെന്റിന് കൊടുക്കണ്ട എന്നൊരു ഭരണസമിതി തീരുമാനം ഉണ്ടായിരുന്നു ഒരിക്കലും കമ്മിറ്റി കൂടിയപ്പോ. അപ്പൊ അതിന് ഉപരിയായിട്ട് വീണ്ടും അത് കൊടുക്കാനുള്ള തീരുമാനം വല്ലോ എടുക്കാനായിട്ടാണോ സ്റ്റേഡിയം റെന്റിന് കൊടുക്കാന്ന് പറഞ്ഞത്? അതായത് നടക്ക സ്റ്റേഡിയം കഴിഞ്ഞ പ്രാവശ്യം ഒരു ആർക്കോ 2 സുവിശേഷ പ്രസംഗത്തിന് കൊടുക്കാവുന്ന കമ്മിറ്റിയിൽ വന്നപ്പോ വേണ്ട, സ്റ്റേഡിയം നിലവില് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇരിക്കുന്ന 24 മെമ്പർമാർ തീരുമാനിച്ചതാണ്. പക്ഷെ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റേഡിയം വാടകയ്ക്ക് കൊടുക്കണം. അപ്പൊ വേറെ സ്റ്റേഡിയം ഉണ്ടോ പഞ്ചായത്തിന്റെ പദ്ധതി? ഈ ഒരു സ്റ്റേഡിയം അവരുടെ സ്റ്റേഡിയം മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. അതുകൊണ്ടാണ് അത് ചോദിച്ചത്. കാരണം കഴിഞ്ഞ ഒരു കമ്മിറ്റിയില് ഇവിടെ ഇരുന്ന എല്ലാ മെമ്പർമാരും കഴിഞ്ഞ 23-ാം തീയതി കൂടിയ ഒരു അടിയന്തര കമ്മിറ്റിയില് അംഗൻവാടി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അംഗൻവാടി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ട, ഫിറ്റ്നസ് കിട്ടുന്ന മുറയ്ക്ക് മാത്രം ഉദ്ഘാടനം ചെയ്താൽ മതി എന്ന് പറഞ്ഞ ഒരു തീരുമാനത്തെ മിനിറ്റ്സിൽ വരെ, പഞ്ചായത്തിന്റെ മിനിറ്റ്സിൽ വരെ രേഖപ്പെടുത്തിയ ഒരു തീരുമാനത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്നലെ അതിനൊരു ഉദ്ഘാടനം നടക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരുടെ ഇതേ ഒരു സംഭവം പ്ലക്കാർഡുമായിട്ടും കറുത്ത ബാഡ്ജ് കുത്തി, അതായത് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരുന്നത് മുഖം മൂടിക്കെട്ടി, അതായത് വാ മൂടിക്കെട്ടി പ്രതിഷേധിക്കണമെന്നാണ്. പക്ഷെ ബഡ്ജറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അപ്പൊ ഇതിനൊരു വ്യക്തത വരുത്തണം. വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രമേ ഒരു ഡീറ്റെയിൽ ചർച്ച വരാൻ പറ്റൂ. കാരണം ഇവിടെ ഇരിക്കുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇതിൽ തന്നെ GST, IGST, CGST എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. MGNREGS എന്ന പദ്ധതി മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ പദ്ധതിയുടെ പേര് MGNREGS എന്നല്ല, ആ പദ്ധതി DBG-RAMJE എന്ന പദ്ധതിയാണ്. അപ്പോൾ അങ്ങനെ തന്നെ മാറ്റപ്പെടണം. കാരണം അതിനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ഒരു കരാർ അടിസ്ഥാനത്തിൽ ഓവർസിയർ നിയമനം വന്നപ്പോൾ ഇപ്പോൾ നിലവിൽ അത് നിയമിക്കാൻ പറ്റില്ല എന്നും പകരം പദ്ധതിയിൽ വരുന്ന മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം മാത്രം ഓവർസിയറെ നിയമിക്കാമെന്നും നമുക്ക് ജില്ലാ മിഷനിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദിവസവേതന അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു ആളെ നിയമിച്ചിരിക്കുന്നത്. അപ്പോഴും വീണ്ടും നമ്മൾ എന്തിനാണ് ഈ പദ്ധതിയുടെ പേര് ഇങ്ങനെ നമ്മുടെ ബഡ്ജറ്റിൽ കൊണ്ടുവന്നതെന്നും എനിക്കറിയേണ്ടതുണ്ട്.